ഈ രാഹുലിന്റെ കല്യാണക്കാര്യം ആലോചിക്കുമ്പോൾ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ്. അതറിയില്ല നിങ്ങൾക്ക്? ആ കഥയുണ്ടോ? ചിന്താ ജെറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത്. എന്നെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുലല്ല, എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ. ഞാൻ പറഞ്ഞത് രാഹുൽ ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ചിന്താ ജെറോമിനെയാണല്ലോ. അതെ, രാഹുൽ ആദ്യമായി വന്നിട്ടുള്ള നിരവധി ആളുകളിൽ ഒരാൾ. എന്റെ വാക്കുകൾ സൂക്ഷിച്ച് ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ചിന്താ ജെറോമിനെയാണ്. എന്ന് വെച്ചാൽ പരസ്യമായി പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് രഹസ്യമായി പ്രപ്പോസ് ചെയ്ത പല ആളുകളും ഉണ്ടാവാം. അതിനകത്ത് ഈ ട്രോളിന്റെ വലിയ വിക്ടിം ട്രോളൊന്നുമല്ല, രാഹുൽ സീരിയസ് ആയിരുന്നു. ശരിക്കും ശരിക്കും എനിക്ക് കൃത്യമായി കാര്യം കൃത്യമായി. അല്ല, ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാനേ തീർപ്പാക്കും. അപ്പൊ രാഹുലേ, അതന്ന് ചിന്തയെടുത്ത് പ്രപ്പോസ് ചെയ്യാനുള്ള സാഹചര്യം ചിന്ത ശരിക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത്? അതിനകത്ത് ഇഷ്ടല്ലേ? ചിന്ത ആർക്കും ഇഷ്ടമല്ലാത്ത എനിക്ക് വയ്യ. അതിനകത്ത് ഈ നമ്മൾ ഈ ട്രോള് ഇപ്പൊ ഈ നമ്മുടെ ഈ ICU ട്രോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സജീവമാകുന്നതിന് മുമ്പ് കുറെ വർഷമായി. അപ്പം 2016 തോന്നുന്നു, 17 ചിന്തോർത്ത് പരസ്യമായി ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്തിട്ടും ഈ വർഷം ഓർമ്മിച്ചിരിക്കുന്ന കാര്യം എന്നെ പ്രപ്പോസ് ചെയ്ത എല്ലാവരുടെയും വർഷവും തീയതി എനിക്ക് ഓർമ്മ. 200 പേജ് ബുക്ക് വെച്ചിട്ടുണ്ട്. 200 പേജിന്റെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടോ? ചേട്ടാ അതെല്ലാം 4 തീരുമാനാക്കിയല്ലോ. അല്ല അരുണേ, അതിനകത്ത് ഈ അപ്പൊ അന്ന് ചിന്തയുടെ വീട്ടിലാരോ ചിന്തയുടെ ഒരു പ്രപ്പോസല് ഏതൊരു കമ്മ്യൂണിറ്റി മാട്രിമോണിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് തൊട്ട് മുമ്പ് ചിന്തയുടെ ഒരു പ്രസംഗം എവിടുത്തെ ഓർക്കുന്നില്ല, ഒരു പ്രസംഗം ഞാൻ തുറന്നു പറയട്ടെ. സംഭവം അത് ചിന്ത എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അത് ചിന്ത അറിയാതെ ചിന്തയുടെ ഞാനും അങ്ങനെ തന്നെയാ പറഞ്ഞത്. ചിന്തയുടെ വീട്ടുകാരൊപ്പിച്ചു. ഞാനും അങ്ങനെ തന്നെയാ പറഞ്ഞത്. ചിന്തയുടെ വീട്ടുകാരോന്ന് തന്നെയാ ഞാനും പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ വളരെ രസമായിട്ട് അതിനെ ട്രോൾ ചെയ്തതാണ്. പക്ഷെ അന്ന് ഈ ട്രോളിന്റെ സെൻസ് ഒന്നും ആളുകൾക്ക് അത്ര കണ്ട് അത് ആ ഒരു ലാംഗ്വേജ് അത്ര പരിചിതമായിരുന്നില്ല. അപ്പൊ പിന്നെ വലിയ എൻ്റെ ലൈഫിലെ ആദ്യത്തെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ചിന്തയ്ക്ക് ചോദിക്കാനും പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. കാരണം തമാശ രൂപത്തിൽ പ്രപ്പോസ് ചെയ്തപ്പോൾ പോലും വളരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. രാഹുലിന്റെ അന്നത്തെ 2017 പ്രപ്പോസൽ ഉണ്ടല്ലോ, ഇപ്പോഴും ചിന്ത മനസ്സ് വെച്ചേക്കുന്നുണ്ടോ? അല്ല, എനിക്ക് വന്നിട്ടുള്ള എല്ലാ പ്രപ്പോസൽസും എനിക്ക് ഓർമ്മയുണ്ട്. രാഹുലിനെ എനിക്ക് ഓർമ്മയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണാറുമുണ്ട്. വീട്ടുകാരെങ്ങനെ ഇപ്പൊ നിർബന്ധിക്കുന്നുണ്ടോ കല്യാണത്തെ കുറിച്ച്? അമ്മ ഇടയ്ക്ക് പറയാറുണ്ട്. ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഈ പരിപാടികൾ വെച്ചാൽ നമുക്ക് അത് അങ്ങോട്ട് തീരുമാനിച്ചാലോ? അപ്പൊ അതാ ഞാൻ ആലോചിച്ചത്, എന്തിനാ ഇത്ര സമയം എടുക്കുന്നത് അല്ലേ? അമ്മ ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് ഇവിടെ തീരുമാനമൊക്കെ ആയാലോ? അമ്മയും വന്നിട്ടുണ്ട്. അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. പ്രേക്ഷകർ അറിയട്ടെ, ഇത് നമ്മൾക്ക് എനിക്കൊന്നും ചിന്തയുടെ ഏറ്റവും മികച്ച സുഹൃത്ത് വലയമാണ്. എന്താ തീരുമാനം? പ്രേക്ഷകർക്ക് അറിയണം. ചിന്ത കല്യാണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ? രാഹുലിൻ്റെതായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട്. ഞാനും വളരെ വ്യത്യസ്തമായ, ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും പ്രത്യയശാസ്ത്ര ധാരകളും വ്യത്യസ്തമാണ്. അല്ല വ്യത്യസ്തമാണ്. പ്രണയത്തിനൊറ്റ പ്രത്യയശാസ്ത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം. കേരളത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അവരുടെ കല്യാണമൊക്കെ കർണാടക നടത്താം. അരുണേ അല്ല, ഒരു ചാനൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണെങ്കിലേ കേട്ടോ, ഒരു ചാനൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണെങ്കിലും പ്രത്യയശാസ്ത്രപരമായ ഒരു നോ കേൾക്കുന്ന ആദ്യമായിട്ടാണ്. പ്രത്യയശാസ്ത്രപരമായിട്ട് നോയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ പ്രത്യയശാസ്ത്രപരമായ നോ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സിഫിന്റെ കാര്യത്തിലോ നമ്മുടെ സജീഷിന്റെ കാര്യത്തിലോ 1 ഡസൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെയാണ് 2 പ്രശ്നങ്ങൾ, 2 പ്രയാസങ്ങളാണ് ഉള്ളത്. ഒന്ന് എനിക്കൊരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തൊരു രാഷ്ട്രീയ നിലപാടാണ് ഒന്നാമത്തത്. രാഹുൽ ചേച്ചി എന്റെ രണ്ടാമത്തെ പ്രശ്നം. രണ്ടാമത്തത് രാഹുൽ ഗാന്ധിയുടെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റൂല. അത് കറക്റ്റ് പോയിന്റ്.